നമസ്കാരം. അത് തനിനാടൻ മണിപ്രവാളം മാത്രം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഗ്രാമീണ ഭാഷയുടെ മാധുര്യം തുളുമ്പുന്ന എം മണിയുടെ മണിപ്രവാള ഭാഷ വാമൊഴി വഴക്കമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പണ്ട് കൈവിട്ട പിണറായി പ്രയോഗങ്ങളെ ഇടതു ബുദ്ധിജീവിയായ KEN വിശേഷിപ്പിച്ചതും ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം എം മണിയുടെ ഭാഷാ പ്രയോഗത്തെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയിൽ പക്ഷേ മണി ആശാന് കവചം തീർത്തു. പണ്ട് VSനെ നിയന്ത്രിച്ചതുപോലെ മണി ആശാന്റെ നാടൻ പ്രയോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രസംഗം എഴുതി വായിക്കാൻ നിർദ്ദേശിക്കുകയേ നിവർത്തിയുള്ളൂ. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. ബഹുമാനായ എം മണി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയാണ്. ആ നാടിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി അധികാരത്തിൽ വന്നൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു, സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. അങ്ങക്ക് ബോധ്യമായി, AK ബാലന് ബോധ്യമായി, മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ബോധ്യമായി, ശ്രീമതി ടീച്ചർക്ക് ബോധ്യമായി, ശൈലജ ടീച്ചർക്ക് ബോധ്യമായി. എന്തേ മിസ്റ്റർ പിണറായി വിജയൻ അങ്ങക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുക എന്ന പ്രശ്നവും ഇല്ല എന്നെ സംബന്ധിച്ച്. മണിക്ക് അത് പറയാം, സംസ്ഥാനത്തെ വൈദ്യുത മന്ത്രിക്ക് ഒരിക്കലും പറയാൻ കഴിയുന്ന കാര്യമല്ല സാർ ഇത്. ഞാനിത് എന്റെ പാർട്ടി എന്ന നിലയിലാണ് പറയുന്നത്, മന്ത്രി എന്ന നിലയിലൊന്നുമല്ല. ഇനി മണി മന്ത്രി അല്ല, ഇത് രക്തസാക്ഷ്യത്തിനോ? മുഖ്യമന്ത്രി, എനിക്ക് ദുഃഖം തോന്നുന്നു അങ്ങേ നോക്കി. അങ്ങിരിക്കുന്ന കസേരയിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ ആളുകൾ ഇരുന്ന കസേരയാണ് സാർ. ഈ പാർട്ടി ഇപ്പോൾ EMSന്റെ പാർട്ടിയല്ല, MM മണിയുടെ പാർട്ടിയായി മാറിയിരിക്കുന്നതാണ് സാർ. ദയനീയമായ അവസ്ഥ. സ്ത്രീകളെ അപമാനിച്ച MM മണി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷ ആവശ്യം. പണി, വൃത്തികേടുകൾ തുടങ്ങി സകല തനിനാടൻ പ്രയോഗങ്ങളും ചൊരിഞ്ഞത് ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കുമാണെന്ന് മണിയാശാൻ. ഉദ്ദേശിച്ചത് കള്ളുകുടിയെക്കുറിച്ചാണത്രേ. മണിയാശാന്റെ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് കാരണം. ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഏതേലും കാര്യം എൻ്റെ ആ പ്രസംഗത്തിലുണ്ടോ എന്ന് നിങ്ങൾ സാറേ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്? അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം സ്ത്രീത്വത്തിനെതിരായി M മണി നടത്തിയിട്ടുള്ള പ്രസ്താവന. പെമ്പിളെ ഒരുമ നടന്നു, അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. ഞാൻ സ്ത്രീകൾക്ക് ആക്ഷേപകരമായി എന്തോ പറഞ്ഞു എന്ന് ആരോപിക്കുന്ന ചിലർ വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല ഞാൻ. സർ, മാധ്യമ പ്രവർത്തകർ സബ് കളക്ടറുടെ കൂടിയാലോചന വൈകുന്നേരം. പണ്ട് നമ്മുടെ സുരേഷ് കുമാർ ഇതുപോലെ തന്നെയായിരുന്നു പണി. കള്ളുകുടി. ശ്രീ VS ഇവിടെ ഇല്ല, എഴുന്നേറ്റ് പോയി. സർ, കള്ളുകുടി ഇവിടെ കേസ് കണക്കിനായിരുന്നു ബ്രാൻഡിങ്. ഇത് നമ്മുടെ പഴയ പൂച്ച. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ സകല പരിപാടിയും ഉണ്ടായിരുന്നു. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച. ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കൂടിയും സകല പണിയുണ്ടായിരുന്നു. മുൻപത്തെ ഒഴിപ്പിക്കൽ ഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ചെയ്തികളെക്കുറിച്ച് ഞാൻ നടത്തിയ വിമർശനം ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപം എന്ന വ്യാഖ്യാനത്തോടെ അവതരിപ്പിക്കുകയാണ് ചില ടെലിവിഷനുകളും ചില പത്രങ്ങളും ചെയ്തത്. പിന്നെ ഒരു പെമ്പിളൈ ഒരുമ. അന്നും വന്നു കുടിയും സകല വൃത്തികേടുകളും നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ സാർ? അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. സാർ, എന്ത് പണിയാ? അടുത്തുള്ള കാട്ടിലായിരുന്നു പണി.
അന്നൊരു ഡിവൈഎഫ്ഐ ഒരു ഡിവൈഎസ്പിയും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം. ഞാനത് പറഞ്ഞു. ഇവിടെ ചില ചാനലുകാരും ഈ പണിക്ക് കൂട്ടുനിന്നിട്ടുണ്ട്. ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് പ്രത്യേക വിരോധമുണ്ട്. അത് ചുരുക്കം മാധ്യമ പ്രവർത്തകർക്ക് കയ്യേറ്റക്കാരോടും ചില ഉദ്യോഗസ്ഥ പ്രമാണിമാരോടും ഉള്ള ചില പ്രത്യേകതരം ബന്ധത്തെക്കുറിച്ച് ഞാൻ വിമർശിച്ചതാണ്. അതാവാം ഇത്തരം ആളുകൾക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധം തോന്നാൻ കാരണം. സ്ത്രീത്വത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്കാണ് അദ്ദേഹം നടത്തിയത്. ഈ കേരളത്തിലെ മുഴുവൻ പത്രവും നിങ്ങൾ നോക്കിക്കോ, ആ പത്രത്തിൽ എവിടെയേലും MM മണി സ്ത്രീ എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. ഇപ്പോ പെമ്പിളൈ ഒരുമ സമരം അവിടെ നടത്തുകയല്ലേ? പെമ്പിളൈ ഒരുമ പ്രതിഷേധ പ്രക്ഷോഭണത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല. ആകെ 6 പേരാണ് സമരത്തിലുള്ളത്. അതിൽ 2 പേർ ശ്രീമതി ബിന്ദു കൃഷ്ണയും ശ്രീമതി ശോഭാ സുരേന്ദ്രനുമാണ്. ഇവർ പെമ്പിളൈ ഒരുമയ്ക്കാരല്ല. ഇവരെ കടിച്ചാൽ ആകെ 4 പേരേ ഉള്ളൂ പ്രക്ഷോഭണത്തിന്. പെമ്പിളൈ ഒരുമയുടെ സമരം കേരളം കണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് കണ്ടു. അതിൽ ആയിരക്കണക്കിന് ടിവികളിൽ അത് കണ്ടതാണ്. ജിഷ്ണുപ്രസാദ്ജിയുടെ അമ്മ ബഹിജ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചു എന്ന് തുടങ്ങി. ചിലർ പറയുന്നത് പോലെ ബഹിജിയെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി പോയാൽ അവർ കഥകടച്ച് കാണണ്ട എന്ന് പറയും. പിന്നെ അതിലും വലിയ പണിയാകും. അവർ മറ്റാരുടെയോ കയ്യിൽ കിടന്ന് കളിക്കുകയാണ് എന്ന് ശ്രീ അമ്മപ്പടി പറയാണ്. പലരും ആക്ഷേപിക്കുന്നത് കേട്ടാൽ തോന്നുക ഞാൻ സ്ത്രീകളില്ലാത്ത നാട്ടിൽ നിന്നും വന്നതാണെന്നാണ്. എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ട്. ആദരവോടെ അവരോട് പെരുമാറുള്ളൂ എന്നത് അവർക്കെല്ലാം ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് എൻ്റെ ശക്തി. അതാണ് ആ സമൂഹത്തിൽ എനിക്കുള്ള സ്വീകാര്യതയും സമൂഹത്തോടുള്ള ആദരവും. ചിലരെ ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് മണിയാശാൻ കൽപ്പിച്ചത്. ആരെയൊക്കെ അവിടെ അയച്ചുകൂടാ എന്ന് തിരുവഞ്ചൂർ പറയും. ഈ ജില്ലയിൽ അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ഇവന് പോവില്ല. അവനങ്ങ് ഇറങ്ങുകയല്ലേ. അദ്ദേഹത്തെ എതിർക്കുന്നവരെല്ലാം ഊളംപാറയിൽ വിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഊളംപാറയിൽ വിടണമെന്ന്. സർ, ഊളംപാറയിൽ ആരെ വേണമെങ്കിലും വിട്ടോ, ദയവായി മണി ഊളംപാറയിൽ പോകരുത്. കാരണം അവിടെയുള്ളവർ സ്ഥലം വിട്ടുകളയും. ഭാഷാശുദ്ധി, നന്മ, സ്നേഹം എന്നിവ തുളുമ്പുന്ന ഇടുക്കിക്കാരുടെ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെ ഭാഷയാണ് തൻ്റേതെന്ന മണിയാശാൻ്റെ അവകാശവാദം കേട്ടിട്ട് ഇടുക്കിക്കാർ ഞെട്ടിയിരിക്കുകയാണ്. ഇടുക്കിയെ അപമാനിക്കുന്ന MM മണിക്കെതിരെ ജില്ലക്കാരും തോട്ടം തൊഴിലാളികളും മാനനഷ്ട കേസ് കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. ഞാൻ സാർ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ്. അവർക്കിടയിലാണ് പ്രവർത്തിച്ചത്. ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ ഉണ്ട്. നാട്ടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ്. പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിൻ്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിലുണ്ടാവില്ല. അതിനെ തെറ്റിദ്ധരിക്കുവാൻ ശ്രമിക്കരുത്. മനസ്സിൻ്റെ ഭാഷ എന്നൊന്നുണ്ട്. അതാണ് ഞങ്ങൾ സംസാരിക്കാറ്. അതല്ലാതെ മനസ്സിലുള്ളത് മറച്ചു വെച്ച് മിനുക്കി തേച്ച വാക്കുകൾ കൊണ്ട് കൃത്രിമമായി സംസാരിക്കാറില്ല. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. എമ്പപ്പടിയുടെ വർത്തമാനം നാട്ടിലെ നാടൻ ശൈലിയിലാണ് എന്ന് സർ അങ്ങ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇടുക്കിക്കാരെ അപമാനിക്കുന്ന രൂപത്തിൽ അങ്ങ് വർത്തമാനം പറയരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർ, ഇടുക്കിയിലുള്ള ആളുകൾ സംസ്കാര സമ്പന്നരാണ്. എത്രയോ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത്. എത്രയോ ഉന്നതമായ സ്ഥാപനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരെല്ലാം ഈ ശൈലിയിലാണോ വർത്തമാനം പറയുന്നത്? അവരെല്ലാം അവരുടെ എല്ലാം നാടൻ ശീല് ഇതാണോ? ഈ രൂപത്തിലാണോ? ഇനി ശ്രീ എമ്മപ്പടി പണ്ട് താമസിച്ച കിടങ്ങൂരാണെങ്കിൽ എൻ്റെ നാടിൻ്റെ അടുത്ത് അവിടെ ഇതുപോലൊരു വർത്തമാനമേ ഇല്ല. പ്രൊഫസർമാരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനാവില്ല. സാധാരണക്കാരൻ്റെ ഭാഷയെ നാവിൽ വരൂ. ആ പാവപ്പെട്ട സാധാരണക്കാര് കൂടി ഉള്ളതാണ് സാർ ഈ കേരളം.
ആ ഭാഷയിൽ സ്ത്രീയെ ആക്ഷേപിക്കുന്ന ഒന്നും വരില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള സംസ്കാരം ഉയർത്തിപ്പിടിക്കണം. മന്ത്രിയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഇവിടെ തള്ള എന്നൊക്കെ പറയാടോ, പേരോ അമ്മയെന്നൊക്കെ വിളിക്കാമല്ലോ. ബി സ്വീറ്റ് ടു ഓൾ പീപ്പിൾ. ഓക്കെ സർ. അമ്മേ അമ്മേ. ഇതിനേക്കാൾ ചെറിയ കുറ്റത്തിനല്ലേ ആ EP ജയരാജനെ 2ാം നമ്പർ ജയരാജനെ പുറത്താക്കിയത്? ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ശശീന്ദ്രനും ജയരാജനും കൊടുക്കാത്ത നീതി MM മണിക്ക് എന്തിനു കൊടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർ. മിതമായി ഏത് കോടതിയെ പോലും തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ മര്യാദയുണ്ട്. കോടതി പോലും ചോദിക്കും. ഈ ഈ നിയമസഭയ്ക്ക് Mama walisema nami sikuwasikiza, sasa na mimi niko hatarini, nitafanyaje? Na wazazi wangu sasa wako mbali sana. ഗ്രാമീണ ഭാഷ തൻ മാധുര്യവും വാമൊഴി വഴക്കവും ചർച്ച ചെയ്ത കൂട്ടത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും നാവുടക്കി. കുരിശു പൊളിച്ച മലയുടെ പേര് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നാവുപിഴ പറ്റിയത്. സർ, ചപ്പാത്തി ചോലയിൽ ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. വർഷങ്ങൾക്ക് മുൻപ് ചപ്പാത്തി എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. പാപ്പാത്തി തന്നെ പാപ്പാത്തി ചോലയിൽ വർഷങ്ങൾക്ക് മുൻപ് കയ്യേറിയ ഭൂമിയിൽ പണ്ട് കോൺഗ്രസിൻ്റെ തീപ്പൊരി പ്രാസംഗികനായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വ്യക്തികളുടെയും സംഘടനകളുടെയും പേരുകൾ പറയുമ്പോൾ പിഴവ് വലച്ചു തുടങ്ങിയത് മന്ത്രിയായിരുന്ന കാലത്താണ്. അടിയന്തര പ്രമേയ അവതരണത്തിലും തിരുവഞ്ചൂരിൻ്റെ നാക്ക് ഉളുക്കി. അങ്ങയുടെ പ്രസ്താവന എന്റെ കയ്യിലുണ്ട്. M മണിയെ തള്ളി മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഞാനൊന്ന് വായിക്കാം. എന്താ ഈ പുല്ലിന്റെ മലയാളം? വേണ്ട സമയത്ത് നല്ല വാക്കും വരില്ല. അവരെ കുറിച്ച് എമ്പടി നടത്തിയിട്ടുള്ള പരാമർശനം ശരിയാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞു. സർ, അങ്ങേക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? KM മാണിക്കാണ് ഭീമ അബദ്ധം പിണഞ്ഞത്. MM മണിയുടെ രാജി ആവശ്യപ്പെട്ട് ഇറങ്ങിപ്പോക്ക് പ്രഖ്യാപിക്കുന്നതിനിടെയാണ് മാണി സാർ തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും രാജി പ്രഖ്യാപിച്ച് നിയമസഭയെ ഞെട്ടിച്ചു കളഞ്ഞത്. ഈ രാജിവെക്കാത്ത മണിയുടെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കും. രാജിവെക്കണോ? അങ്ങ് രാജിവെച്ചോ? അങ്ങും അങ്ങയുടെ പാർട്ടി? ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുന്നില്ല. അയ്യോ, ചിരിക്കല്ലേ, ചിരി നിർത്താൻ പറ്റൂല. അങ്ങ് ഇടയ്ക്ക് ഈ ഭാഗവും നോക്കണം. എന്തോന്നടാ ഇതൊക്കെ? അങ്ങ് സംസാരിക്കൂ. അങ്ങ് ഈ ഇടയ്ക്ക് ഈ ഭാഗത്തും നോക്കണം. നാണക്കേട്. ഇനി ജോത്സ്യൻ ആറ്റുകാൽ ജോർജിന്റെ രാഷ്ട്രീയ പ്രവചനങ്ങൾ കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. ഏതാടോ ഈ പുതിയ രാഷ്ട്രീയ ജോത്സ്യൻ? ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ സമയം ഈ വർഷത്തെ ഏറ്റവും മോശം സമയത്താണ്. സമയം വളരെ മോശപ്പെട്ട സമയമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും